സൈക്കോ തരത്തിന്റെ പീക്ക് ലെവല് നമുക്ക് കാണിച്ചു തന്നത് അഹം എന്ന മൂവിയിലൂടെ. ലാലേട്ടൻ ചെയ്ത സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം, ആ സിദ്ധാർത്ഥനെ നമുക്ക് സമ്മാനിച്ച രാജീവ്നാഥ് സാറാണ് നമുക്ക് കുറച്ചെങ്കിലും നല്ലതായിട്ട് തോന്നിയതെങ്കിലും മൂവിയുണ്ട് സാർ. മലയാളം എനി ലാംഗ്വേജ് മലയാളം ഐ ഡോണ്ട് തിങ്ക് വളരെ കുറവ് റീസെന്റ് അഹത്തിലെ സിദ്ധാർത്ഥനെ കണ്ടതുപോലെ ഒരു ലാലേട്ടനെ കാണാൻ പറ്റും. പറയാൻ പറ്റത്തില്ല. അല്ല പറ്റത്തില്ല. എനിക്കറിയത്തില്ല. ഞാൻ സൈഡിൽ നോക്കിട്ട് പോയില്ല. സൈക്കോ തരത്തിന്റെ പീക്ക് ലെവല് നമുക്ക് കാണിച്ചു തന്നത് അഹം എന്ന മൂവിയിലൂടെ. ലാലേട്ടൻ ചെയ്ത സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം, ആ സിദ്ധാർത്ഥനെ നമുക്ക് സമ്മാനിച്ച രാജീവ്നാഥ് സാറാണ് നമുക്കിപ്പോ ഇന്നുള്ളത്. അത് മാത്രമല്ല, ഇന്ന് ഈ വർഷം സാറുടെ ആദ്യത്തെ മൂവി ഇറങ്ങിയിട്ട് 50ാമത്തെ വർഷം കൂടിയാണ്. ബാക്കി വിശേഷങ്ങൾ സാറുടെ തന്നെ ചോദിക്കാം. സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇങ്ങനെ പോകുന്നു. എഴുത്തുകൾ നടക്കുന്നു. പുതിയ പ്രോജക്ട് യു കെയിലെ ലണ്ടനിലെ ഷൂട്ടിങ് ഫിക്സ് ചെയ്തിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കാതെ. അപ്പൊ ഉടനെ തന്നെ ഒരു പ്രോജക്ട് ഉണ്ടാവില്ലേ സാർ? സർ, ലാലേട്ടന്റെ അഭിനയ മികവിന്റെ 99% പുറത്തെടുത്ത ഒരു സംവിധായകനാണ് സാർ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ലാലേട്ടൻ ആയത് ഈ മൂവികളിലൂടെയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർക്ക് എങ്ങനെയാണ്? അങ്ങനെയാണോ? ആണല്ലോ. അഹം കണ്ട ആൾക്കാർക്ക് അറിയാം ലാലേട്ടൻ അതിനകത്ത് എന്തുമാത്രം ഭംഗിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെ, ഒരു എക്സാമ്പിൾ പറയുന്നില്ല, ഒരു ഉത്ഭവം പറയുന്നില്ലേ, ഈ അഹം എന്നുള്ള പടമുണ്ടല്ലോ, അതിന്റെ സ്ക്രിപ്റ്റ് സ്റ്റോറി ശരിക്കും കമലഹാസൻ എന്നോട് പറഞ്ഞ ഈ വാണ്ട് ടു ഡു ദ ഫിലിം. അപ്പൊ ഞാൻ ഇങ്ങനെ ലാലിനോട് ഇങ്ങനെ ഒരു ദിവസം ഊട്ടിയില് എന്താ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞു, ലാലെ അടുത്ത പ്രോജക്റ്റ് ഉണ്ട്, കമലഹാസനാണ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പറഞ്ഞു. രാത്രി കിടന്ന ഞാനൊരു കഥ പറഞ്ഞു, ഈ അഹത്തിന്റെ കാലത്ത് വേണ്ടിയില്ല, കിടന്നുറങ്ങി. പിറ്റേ രാവിലെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് സബ്ജക്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു കമല ചെയ്യാൻ പറഞ്ഞു, ഞാൻ കമലോട് സംസാരിക്കാന്ന് പറഞ്ഞു. യു ടോക്ക് ടീം. അങ്ങനെ ഊട്ടിയിൽ നിന്ന് കമലിനെ വിളിക്കുന്നു, എങ്ങനെയെന്ന് അറിയത്തില്ല. ആൻഡ് ഡാഡി പറഞ്ഞു, ശരി ചേട്ടൻ സബ്ജക്റ്റ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. എന്തോ ചെയ്തോ. അപ്പൊ കമലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഹു ടോൾഡ് യു ടു സ്റ്റോറി ടു ലാൽ? ഞാൻ പറഞ്ഞു സാരമില്ലെന്ന് പറഞ്ഞു. പക്ഷേ കമൽഹാസൻ സാർ അഭിനയിച്ചിരുന്നെങ്കിൽ ഇത് വേറൊരു രീതിക്കായി. പക്ഷെ എന്നാലും അഹം കാണുമ്പോ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ലാലേട്ടന് വേണ്ടി എഴുതിയതുപോലെ ഒരു തോന്നലാണ് നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ കമൽ വേറെ ഡിഫറൻസ് സാധനമായിരിക്കും, മനസ്സിലായല്ലേ? ആരെന്നുള്ളതല്ല പ്രശ്നം. ഒരു ആർട്ടിസ്റ്റ് ആക്ടർ ലൈക്ക് ലാൽ ഒരാളുടെ ചെയ്ത ഗംഭീരം അറിയാം, മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ് ടു ഒരു 25 ദിവസം ഷൂട്ട് ചെയ്ത് 25 ദിവസം ഫുൾ മൂവി. അതായത് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ 7 ലൊക്കേഷൻ ഉണ്ട്, 7 സ്ഥലത്ത്. പച്ചമുടി, ഊട്ടി, ബാംഗ്ലൂർ, പിന്നെ ട്രിവാൻഡ്രം, ആലുവ, അങ്ങനെ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത്. സർ, ഞാന് ലാലേട്ടന്റെ ഒരു ഫാനാണ്. ഒട്ടുമിക്ക പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അയ്യോ, സത്യമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ ആക്ച്വലി അഹം കാണുന്നത്. അഹം കണ്ടപ്പോഴാണ് ആ അഹങ്കാരമൊക്കെ പോയത്. കാരണം ഇത്രയും നല്ലൊരു പടം, അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്തു വെച്ച ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഞാൻ എന്തുകൊണ്ട് മിസ് ചെയ്തു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഈ സോ കോൾഡ് ലാലേട്ടന് വേണ്ടി ജയ് വിളിച്ച് നടക്കുന്ന ഫാൻസ് പോലും ഈ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ പോലെ തന്നെ ആയിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു വടക്കുന്നാഥനും താളവട്ടവും ഭ്രമരവും ഒക്കെ എടുത്തെടുത്ത് പറയുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് അഹം പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ അഹം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ സൈഡിൽ നോക്കിട്ട് പോയില്ല. സത്യം പറഞ്ഞില്ല, ആ സൈഡിൽ നോക്കാനില്ല. ഈ മാസ് മസാലകൾ മാത്രമാണോ ലാലേട്ടന് ചേരുന്നത്? എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ ഈ ഫാൻസിന് വേണ്ടിയാണോ അപ്പൊ ലാലേട്ടൻ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ എടുക്കുന്നത്?
ഐ വോണ്ട് ടു. യു ആസ്ക് ഹിം. നമുക്കറിയത്തില്ല. എന്തോ ലാലേട്ടന്റെ ആ ഒരു അഹത്തിലെ ക്യാരക്ടർ, ലാലേട്ടനെ മാത്രമല്ല ഉർവശിജിയും പറയണായിരുന്നു, ഉർവശി മാമും ലാലേട്ടനും അതിനകത്ത് മത്സരിച്ചാണ് അഭിനയിച്ചിട്ടുള്ളത്. ഭയങ്കര ഒരു അവരുടെ കെമിസ്ട്രി ആയാലും എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആ മൂവിയിലെ അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു സാർ. അപ്പൊ ഈ ലാലേട്ടൻ ബിസൈഡ്സ് കമൽഹാസൻ സാർ പറഞ്ഞ ക്യാരക്ടറിന് പുറമെ സാർക്ക് വേറെ ആരെങ്കിലും അതിനകത്ത് കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു? ഉർവശി ചേച്ചിക്കും ലാൽ സാറിനും പകരം, അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഉർവശി മാമിനോ? അറിയാം. അപ്പൊ അവര് തന്നെയായിരുന്നു ആദ്യം തൊട്ടുള്ള ചോയ്സ്. സർ, ഫസ്റ്റ് മൂവി തണലിന് തന്നെ സാർക്ക് അവാർഡ് കിട്ടുന്നു. ഒരു സ്വപ്ന തുല്യമായ തുടക്കമാണത്. അതെ, സത്യം പറയാനല്ലോ. ഈ തണൽ കഴിഞ്ഞിട്ട് തീരങ്ങൾ തീരങ്ങൾ ഞാൻ മദ്രാസിലാ. ഈ അവാർഡ് കിട്ടി നമുക്ക് അറിയിച്ചില്ല. പഴയ കാലത്ത് കമ്മ്യൂണിക്കേഷനുള്ള ഗ്യാപ്പ് അല്ലേ? പിന്നെ ഒന്ന് ഗ്യാപ്പ്. പിന്നെ സെക്കൻഡ്ലി അയാളുടെ ഫിലിം വാസ് ഗിവൺ ഫോർ അവാർഡ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം പാമ്പർ ഹോട്ടലിൽ താമസിക്കുന്നത് അമ്മ ഫോൺ ചെയ്തു. അപ്പൊ അന്ന് ഒരു STD ഇല്ല. കോൾ. എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ മധുവയ്പ്പന ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞു. നിനക്ക് എന്ത് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് അവാർഡ്? ഞാൻ മധുവിന് ചോദിക്കാന്ന് പറഞ്ഞു. ടക്ക് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എന്റെ മുറിയില് ചന്ദ്രജയുണ്ട്, അടൂർഭാഷയുണ്ട്, ജമിനീഷുണ്ട്. ഞങ്ങൾ കമ്പനി ഫിലോസഫി നോക്കുക. ചന്ദ്ര പറഞ്ഞു പോയിട്ട് ചന്ദ്ര പറഞ്ഞു നിങ്ങൾക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സത്യം പറയാം. ആ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഉടനെ ഇവരാണ് ജയ് വിളിച്ച് സന്തോഷം. മോർണിംഗ് 5:15 ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത്. മോർണിംഗ് ഫ്ലൈറ്റ് നമ്മൾ കയറ്റി വിടുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യുന്നു. നേരെ വീട്ടിൽ ചെന്നു. അപ്പൊ അമ്മ അറിഞ്ഞു. പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരിത്തെ. സ്റ്റാർട്ടഡ് അവിടെ ഫംഗ്ഷൻ തുടങ്ങുക. യു ആക്ച്വലി ഡിഡ്ന്റ് എക്സ്പെക്ട് അല്ലേ ആ ഒരു പ്രതീക്ഷയില്ല. സർ, അപ്പോ ഞാൻ ചോദിക്കാൻ ഐ വാസ് ആക്ച്വലി അബൌട്ട് ആസ്ക് യു, സ്വപ്നതുല്യായ ഒരു തുടക്കത്തിലൂടെ വന്ന് സാർ പിന്നെ അങ്ങനെയുള്ള ജോണറിലേക്ക് പോയത്, അല്ലെങ്കിൽ അവാർഡുകൾ അങ്ങനെ ഒരു സ്വതന്ത്ര സിനിമകൾക്കും ഇതിനൊക്കെ ആയിട്ട് സാർ ആ ഒരു ജോണറിലേക്ക് തന്നെ കടന്നത് അതുകൊണ്ടാണ്? ഇൻസ്പയർ ചെയ്തു ആ അവാർഡ്? അത് നല്ലത്. Because I wanted to make some different films, and I never bothered if the film ran out അറിയത്തില്ലായിരുന്നു. ചെറിയ പടങ്ങള്. ഫോർ എക്സാമ്പിൾ ഐ ടുക്ക് സന്തോഷം ഫോട്ടോഗ്രാഫി ഉണ്ട് കടൽത്തീരത്ത്. ഐ ടെൽ യു പകൽ നക്ഷത്രം സ്ഥലമുണ്ട്. ഐ ഹാവ് സീൻ ദാറ്റ്. അല്ലല്ല, സോറി സർ. കാരണം ഐ തിങ്ക് ഈ ജനറേഷന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഈ ജനറേഷൻ അല്ല. അപ്പൊ ശരിക്കും പറയാണെങ്കിൽ വിശ്വസിക്കില്ല പറഞ്ഞാല്. 10 ലക്ഷത്തിന്റെ പടത്തിനകത്ത് മോഹൻലാല് ശരിക്കും 6 ദിവസം ഒന്നിച്ചത് 6 days. ബട്ട് യു വിൽ ഫീൽ പടത്തെ ഫസ്റ്റ് പോലെ ലാസ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾ അക്കാഡമിക്. കാണണം. സർ, വാണിജ്യ മൂല്യമുള്ള മൂവികളും കലാമൂല്യമുള്ള മൂവികളും തരം തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറുടെ മൂവീസ് സാർക്ക് ഏത് തരത്തിലാണ് കാണാൻ ആഗ്രഹം? ആസ് എ സിനിമ മീൻസ് അതിന്റെ വാണിജ്യ മൂല്യം, കലാമൂല്യം, ആ ഒരു നമുക്കറിയത്തില്ല. നമുക്കൊരു സിനിമ തിയേറ്റർ വരുമ്പോഴത്തേക്ക് മാത്രമേ ഓടിയെന്ന് പറയുന്നു. അതുവരെ യു ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ കഴിഞ്ഞ മാസം 18 ഫിലിംസ് റിലീസ് ചെയ്തത്. 2 ഫിലിംസ് ബോക്സ് ഓടിയില്ല. മനസ്സിലായില്ലേ? Now it's all about marketing. അതുകൊണ്ടായിരിക്കും നല്ല സിനിമകൾ ഇപ്പൊ വരാത്തത് എന്നുള്ള ഒരു തോന്നൽ സാർക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സിനിമകൾ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ വളരെ കുറവാണ്. സ്വതന്ത്ര സിനിമകള് എടുക്കാൻ പലർക്കും താല്പര്യം ഇല്ലാത്തത് മേ ബി അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടും അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമായിരിക്കാം അല്ലേ? സാർ, ഇപ്പോ ഈ റീസെന്റ് നടന്ന JSK ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സെൻസർ ബോർഡ് വല്ലാതെ സിനിമകളിലേക്ക് അല്ലെങ്കിൽ കലയിലേക്ക് സെൻസർ ബോർഡിന്റെ ആവശ്യമേ ഇല്ല. വൈസ് USA-ലും
ഇംഗ്ലണ്ടിലൊക്കെ സെൻസർ പഠിച്ചോളൂ. They're not bothered about everything. ഇവിടെ മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് സെൻസർ വന്നിരിക്കുകയാണ്. അത് മാറുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ആയിരിക്കും. സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം പിന്നല്ല അല്ലേ, എല്ലാവർക്കും. അതിലേക്ക് കൈ കടത്തുന്നത്. ഇപ്പം എക്സാമ്പിൾ ഫ്രാൻസ്, UK, അമേരിക്ക, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇവിടെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഫിലിംസ് ഉണ്ടാക്കുന്നത്. പ്രശ്നമല്ല ഇവിടെ ഉള്ളൂ. സാർക്കാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറുടെ മൂവിക്കാണ് ഇതുപോലൊരു വന്നെങ്കിൽ സാർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുക? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരോട് കട്ട് ചെയ്യാൻ പറഞ്ഞ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. വേറെ വഴിയില്ലല്ലോ. പക്ഷെ അതല്ലല്ലോ അതിന്റെ ന്യായം. അതാ ന്യായത്തിന് വേണ്ടി പോരാടണം എന്നുള്ളൊരു എന്ത് പോരാടി ഒരു കാര്യമില്ല. യൂസ് സിനിമ എന്ന് പറയുമ്പോ ഒരു സംവിധായകന്റെ കലയല്ലേ സാർ, അപ്പൊ അതിനെയല്ലേ അവർ ചൂഷണം ചെയ്യുന്നത്? അതെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാതെ പറയാമല്ലോ. ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു അൾട്ടിമേറ്റ്ലി ഫിലിം ഡയറക്ടേഴ്സ് മീഡിയ വേറൊരു കാര്യമുണ്ട്. മസാല പടമല്ല. മസാല പടത്തിൽ ഡാൻസ് മാസ്റ്റർ ഉണ്ടാവും, ഫൈറ്റ് മാസ്റ്റർ ഉണ്ടാവും, പിന്നെ ഒരാൾ കുറച്ച് സീൻ ഷൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പറഞ്ഞത്. പക്ഷെ മാസ് മസാല മൂവിക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത്. അതെ. എന്നിരുന്നാലും അത് ടിവിയിലേക്കും പിന്നീട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള മൂവീസിന് വളരെയധികം റിപ്പീറ്റ് വാല്യൂ കുറവാണ്. നമ്മൾ ആദ്യം കണ്ട അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് കണ്ട സിനിമകൾ പലതുമാണ് നമ്മൾ വീണ്ടും ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെയുള്ള സിനിമകൾ എടുക്കാൻ പഠിക്കുന്നത്? ഒരു പിടിയില്ല. പഴയ പ്രൊഡ്യൂസർമാർ ഇപ്പൊ മലയാളത്തിൽ ഇല്ല. മഞ്ജുലാസ് അവിടെ പ്രൊമൺ പ്രൊഡ്യൂസേഴ്സ് ആരും ഇല്ല മലയാളത്തിൽ. ശരിയല്ലേ? അപ്പൊ മഷ്റൂം പോലെ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, കുറച്ച് ദുബായിൽ നിന്ന് പൈസ ഇട്ട് വരുന്നു, പിന്നെ അല്ലെങ്കിൽ അമേരിക്കയിൽ വരുന്നു. ഒരു പടം എടുത്താൽ മതി. പ്രൊഡ്യൂസ് ബൈ സോ ആൻഡ് സോ അമേരിക്ക. നല്ല മൂവീസ് വരിക എന്നുള്ളതല്ലേ സാർ അതിന്റെ ഏറ്റവും വലിയൊരു ആത്യന്തികമായ ഇത്. അതെന്തുകൊണ്ടാണ് അവരൊന്നും മനസ്സിലാക്കാത്തത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്കറിയത്തില്ല. ഹൈ ടൈം ദേ റിയലൈസ്. ഹൈ ടൈം അല്ല, ലോങ് ടൈം. ലോങ് ടൈം. എന്നാലും ഇപ്പോഴാണെങ്കിലും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ ഫീൽ കിട്ടുന്ന മൂവീസ് വളരെ വളരെ ചുരുക്കം. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ സാർക്ക് അതുപോലെ മികച്ചതായിട്ട് തോന്നിയത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും നല്ലതായിട്ട് തോന്നിയതെങ്കിലും മൂവി ഉണ്ട് സാർ? മലയാളം എനി ലാംഗ്വേജ്. മലയാളം ഐ ഡോണ്ട് തിങ്ക് വളരെ കുറവാണ്. റീസെന്റ്ലി ഏതുമില്ല. റീസെന്റ്ലി കുറച്ച് ഭേദമായിരുന്നു. കുറച്ച് ഭേദം. പക്ഷെ അത് സൂപ്പർ ഹിറ്റ് ആണെന്നാണ്. ഈ സൂപ്പർ ഹിറ്റ് പറയുന്നത് അത് പടം ഓടി അയാൾ ഒരു പ്രതീക്ഷിക്കാൻ പടമല്ലേ മറ്റേ വർമ്മ വില്ലൻ. He also never respected. Lal never respected. Lal was average ആയിരിക്കും. പഴയ ലാലേട്ടനെ നമുക്ക് എവിടേക്കോ മുഴുവനായിട്ടല്ല എവിടെയെല്ലാമോ കാണാം. അതാണ് എല്ലാരും പറഞ്ഞത്. ഫാൻസ് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാരും ഈ ഫാൻസ് ആണ് ലാലേട്ടനെ തകർക്കുന്നതെന്ന് സാർക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം ലാലേട്ടൻ എടുക്കുന്നതൊക്കെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നൊരു തോന്നലുണ്ടോ? ആര് പറഞ്ഞു? തോന്നിയതാണ്. തോന്നില്ല. അപ്പൊ ലാലേട്ടൻ സ്വന്തമായിട്ട് എടുക്കുന്നതാണോ ഇതില്? പിന്നല്ല, സിനിമ ഒരു ആക്ടർ ഒരു സ്റ്റാഫാണ്. ഒരു 10-15 പേര് സ്റ്റാഫുണ്ട്. അവർക്ക് എല്ലാ മാസം ശമ്പളം കൊടുക്കണം. പിന്നെ അതുകൂടാതെ ഈ ഞാൻ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചിട്ടല്ല കൂട്ടുന്ന റേറ്റ് കൂട്ടുന്നത് ഗിവൺ, മനസ്സിലായില്ലേ? അപ്പൊ ലാലിന്റെ റേറ്റ് എത്തിയാൽ എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞില്ല, വേറെ ആൾ പറഞ്ഞല്ല. എന്റെ സിനിമയ്ക്ക് മേടിക്കുന്നില്ല, വേറെ ആൾ സിനിമയ്ക്ക് മേടിക്കുന്നത്. സോ ഐ ഡോണ്ട് ബോദർ. സാറിന്റെ പുതിയ പ്രോജക്റ്റിൽ എങ്ങനെയാണെങ്കിൽ ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോട്ട് ഇമ്മീഡിയറ്റ്ലി, അടുത്ത കൊല്ലം. അഹത്തിലെ സിദ്ധാർത്ഥനെ കണ്ടതുപോലെ ഒരു ലാലേട്ടനെ കാണാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. അല്ല, പറയാൻ പറ്റത്തില്ല. ഐ വോണ്ട് ടു. അതിനെക്കാളും മറ്റുള്ള ക്യാരക്ടർ I don't know how it will work out, but seemingly I want to see that he is a better actor, better role. ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലെ ഈ ഒരു തലമുറയിൽ നന്നായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ
കുറച്ച് എന്താ റിയാലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി അഭിനയിക്കുന്നു എന്ന് തോന്നിയ ആരെങ്കിലും? ഉണ്ട്. ദുൽഖർ സൽമാൻ. സാർ ഇപ്പോ ഈ ഇടയ്ക്ക് ഒരു ഹിറ്റ് ഡയലോഗ് ഉണ്ട്, സീനിയർ ആക്ടേഴ്സിനെ ഒന്നും അറിയില്ലേ എന്നുള്ള രീതിക്ക് ചോദിച്ചത്. ഇപ്പൊ മമ്മൂട്ടി, ആ പഴയ ആക്ടേഴ്സിനെ പറ്റിയാണെങ്കിൽ മമ്മൂട്ടി, പിന്നെ മമ്മൂക്കായിട്ടുള്ള ബന്ധം സാർ? മമ്മൂട്ടി നല്ല ബന്ധം. ഈ ലാലയോട് കൂടുതൽ ബന്ധം ഇഷ്ടം. സാർക്ക് ലാലേട്ടനോടാണോ കൂടുതൽ? നാച്ചുറലി വീട്ടിലൊരു അംഗമാ പുള്ളി. അതുകൊണ്ടാ ഈ താമസിച്ച എന്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റ്സാ. ഫസ്റ്റ് ഫിലിം ഓഫ് ലാൽ ചെറുമോട്ടൊരു പടമുണ്ട്, ലാലിന്റെ ആ പടം എടുത്ത അനിയനാ. അപ്പം മാത്രം ലാലിനെ ഇത്തിരി കാണുന്നത് നമ്മള്. ലാലിന്റെ ഫാദറിന്റെ ഒരു വിഷയം വന്നായിരുന്നു, എന്റെ ഫാദറിന്റെ ഒരു വിഷയം വന്നത്. ഒരു കോളേജിൽ പഠിച്ചു, SP കോളേജില്. മനസ്സിലായില്ലേ? അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അതുപോലെ ലാലിന് പരിചയമുണ്ട്. പക്ഷെ പുള്ളി ആക്ടർ ഒന്നും അറിയത്തില്ലായിരുന്നു. അതും എക്സ്പെക്ട് ചെയ്ത് വന്നതല്ലേ? അല്ല, പെട്ടെന്നൊരു സാർ ഈ ഇടക്കാലത്ത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സാർക്ക് അനൂപ് മേനോനായിട്ട് കുറച്ചധികം കൊളാബ് ചെയ്തിട്ടുണ്ടല്ലോ. സ്ക്രിപ്റ്റ് സാറ് മൂവി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിം സെക്കൻഡ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ജയറാം അഭിനയിക്കുന്നുണ്ട് റോള്. അപ്പൊ ആ സമയത്ത് ഫിലിം മോക്ഷം ഷൂട്ട് ചെയ്ത് മുഴുവൻ അസർബൈജാൻ സ്ഥലത്ത്. അപ്പം ജയറാം ഹാപ്പി വിത്ത് ഫിലിം. അങ്ങനെ ഇരിക്കുമ്പോഴേ അമ്മയുടെ ഷോ വന്നു. ഈ ആർട്ടിസ്റ്റ് ക്യാരക്ടർ വെച്ചിരിക്കുക. അപ്പൊ ജയറാം വിളിച്ചു പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു 10 ദിവസം ഒരു മാസം കൊണ്ട് മാറാൻ പറ്റുന്നു, രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് ഒരു പുതിയ ആൾ വേണമെന്ന് പറഞ്ഞു. ഐ തോട്ട് സോ. അങ്ങനെ രഞ്ജിത്തിനെ വിളിച്ചു, ഡയറക്ടറല്ല മറ്റേ രഞ്ജിത്ത് പറഞ്ഞു, ചേട്ടാ ഒരു ആക്ടറുണ്ട്, അപ്പൊ വൈഫ് കണ്ടു. നമ്മൾ കൊള്ളാന്ന് ചോദിച്ചു, കൊള്ളാന്ന് പറഞ്ഞു. ഈ കൈ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു. സ്ക്രിപ്റ്റ് വീടുന്ന് വായിച്ചു. എന്നിട്ട് എന്നോട് സാർ വാട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യു ക്യാൻ ഡു ദ റോൾ ഹീറോ മീ, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യെസ് യു ഹാവ് ടു ഡു. അങ്ങനെയാണ് ആ പടം നടന്നത്. പിന്നെ അനൂപ് മേനോൻ ഒരു ഹിന്ദി ഫിലിം. ഓ സാറ് ഒരു ഹിന്ദി മൂവി എടുത്തിട്ടുണ്ടല്ലോ, അനുഭവം. അതെങ്ങനെയായിരുന്നു സാർ? എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത്, ഇപ്പോഴാണെങ്കിൽ പ്രിയൻ സാറൊക്കെ ഹിന്ദി എല്ലാം എടുക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ആ ഹിന്ദിയില് സഞ്ജയ് സൂരി, കുൽപനാങ്, പിന്നെ ഇയാൾ റോൾ ചെയ്തു. പിന്നെ ഇന്ത്യയിലെ ആക്ടേഴ്സ് എല്ലാം ഉണ്ട് അടുത്ത്, മനസ്സിലായില്ലേ? ഓഹോ. പിന്നെ അനൂപ് മേനോൻ സ്ക്രിപ്റ്റ് എഴുതി പകൽ നക്ഷത്രം. അത്ര ആള്. ദാറ്റ് വാസ് മൈ പ്ലേസ്. ശങ്കരാമകൃഷ്ണൻ, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. സാർ ഇപ്പോ ഈ ഇടയായിട്ട് ഫെഫ്ക, അമ്മ എല്ലാം ഈ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് പറയുന്നത്. എനിക്കത് ഒരു ബന്ധമില്ല. അല്ല, ഫ്രാങ്ക്ലി സാർക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. ഫെഫ്കയിലില്ല, അമ്മയിലില്ല. എന്തുകൊണ്ടാണ് സാർ? എനിക്ക് ഭവിഷ്യടായി. അതൊരു നെസസറി അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവരെ സിനിമയെ സ്നേഹിച്ചാൽ മതി. സത്യം പറയാ, നമുക്ക് ഫെഫ്കയില്ല, അമ്മയില്ല, ആരും ബന്ധമില്ല. ഇത് പറഞ്ഞപ്പോഴാ ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നിന്നാണ് ഏറ്റവും അധികം ലഹരി മരുന്നിന്റെ ഉപയോഗവും കേസുകളും നമ്മൾ കാണുന്നത്. ഇന്ന് ഈ തലമുറയില് സിനിമ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ലഹരി വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നതായിട്ട് തോന്നുന്നുണ്ടോ സാർക്ക്? ഫ്രാങ്ക് വിത്ത് യു, ഈ കൊച്ചിയിൽ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ഈ മറ്റേ LSD എന്നുള്ള കഞ്ചാവ്, അതെ, അത് അന്നത്തെ കാലത്ത്. എന്നിട്ട് ക്രിയേറ്റിവിറ്റി അങ്ങനെയാണോ സാർക്ക്? അപ്പൊ ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ വേണമെന്ന് പറയുന്നത് വെറുതെയാണ്. ഒരു കാര്യമില്ല. ഒരു സെറ്റപ്പ് പണ്ടത്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ഓൾസോ, ആരും. അപ്പൊ ദാറ്റ് ഈസ് നമുക്കറിയാവുന്ന. ബട്ട് നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, മരിച്ചു ഭരതൻ, പുള്ളി എപ്പോഴും ഫിറ്റായിട്ട് വരും, മനസ്സിലായില്ലേ? പഠിക്കുന്നു. ബട്ട് ഒരു ബന്ധമില്ലായിരുന്നു. അപ്പം സാർ ഇപ്പൊ ഇന്നത്തെ തലമുറയിലെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ സിനിമ പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് സാർക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാൻ പറഞ്ഞു? 2 വാക്ക് അവർക്ക് എന്തെങ്കിലും. നല്ല സിനിമ എടുക്കുക, നല്ല സിനിമകൾ എടുക്കുക. ആരോട് ഒറ്റ വാക്കേ പറയുള്ളൂ, നല്ല സിനിമകൾ എടുക്കുക. സാർ ഇപ്പോ റിലീസുകളുടെ കാലമാണ്. മോഹൻലാൽ സാറിന്റെ തന്നെ ഇഷ്ടം പോലെ മൂവീസ്, സ്ഫടികം, ചോട്ട മുംബൈ ഒക്കെ റിലീസ് ചെയ്തു.
ഈ റീ റിലീസ് ചെയ്യുമ്പോ കാലത്തിന് മുൻപും പിൻപും എന്ന് പറയുന്ന ചിത്രങ്ങളുണ്ട്, അഹം, ഗുരു പോലെയുള്ള ചിത്രങ്ങൾ. അതെല്ലാം റിലീസ് ചെയ്ത് കാണാൻ സാർക്ക് ആഗ്രഹമുണ്ടോ? എനിക്കല്ല, ഇപ്പോഴത്തെ തലമുറക്ക് കാണേണ്ടത് അത്യാവശ്യമുണ്ട്. പഴയ ലാലേട്ടൻ. ഈ പറയുന്ന ഫാൻസുകാര് ലാലേട്ടന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ലാലേട്ടന്റെ ഫാൻസുകാർ ഇത് കാണണമെന്ന് തോന്നുന്നില്ലേ? ചുമ്മാ അറിയാ ലാൽ ഫാൻസ് പറഞ്ഞാൽ ഇപ്പൊ ഫാനാകുന്ന എനിക്കറിയത്തില്ല അവരുടെ സൈക്കോളജി എന്ന് പറഞ്ഞത്. വാട്ട് മേക്സ് എം ഇംഗ്ലാ വിളിക്കുന്ന മനസ്സിലായില്ലേ? മേ ബി ദേ ഫൈൻഡ് പ്ലഷർ ദാറ്റ് അതുകൊണ്ടായിരിക്കും. ലാൽ സാറുടെ കാര്യം പറയുമ്പോ അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ഒരു ആഡ് സാറ് കണ്ടു കാണും, ഒരു ജ്വല്ലറിക്ക് വേണ്ടി ലാൽ സാർ. ബ്യൂട്ടിഫുൾ. പക്ഷെ അതിന് ഒരുപാട് സെറ്റ് ബാക്സ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒരുപാട് വന്നു. പിന്നെ അന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ലാലേട്ടൻ ഒരു സ്ത്രൈണതയുള്ള കഥാപാത്രം അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഡാൻസ് മൂവ്സ് ചെയ്തു. അതേ ലാലേട്ടൻ തന്നെയാണ് കമലദളം പോലെ ചിത്രം എടുത്തു വെച്ചത്. അപ്പോ ഇല്ലാത്ത മുറവിളികൾ എന്തിനാണ് ഇപ്പോ എന്ന് ചുമ്മാ നാട്ടുകാർ വല്ല പറഞ്ഞിട്ട് ഓപ്പൺ ഫേസ്ബുക്ക് 10 പേര് നല്ല പറയും, 5 പേര് മോശം പറയും. സർ, ഇനി വരുന്ന അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരോട് സാർക്ക് എന്താ പറയാനുള്ളത്? അടുത്ത ലണ്ടൻ സ്റ്റോറി ആക്ച്വലി ഷോട്ട് ഇൻ UK. മനസ്സിലായില്ലേ? ഫിലിം. സർ, മലയാളം മൂവീസ് അല്ലാതെ മറ്റേതെങ്കിലും ഭാഷകളിൽ ഇപ്പോ നല്ല ഏതെങ്കിലും മൂവീസ് സാർക്ക് തോന്നിയിട്ടുണ്ടോ? മലയാളത്തിലല്ലാതെ അത് ലാംഗ്വേജസിനകത്ത് ബംഗാളി, കന്നഡ, ഹിന്ദി. ഇതൊന്ന് ബംഗാളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ചോക്കർ ബാലി, അങ്ങനെ സത്യജിത്രയുടെ മൂവീസ് ആണ് ബംഗാളിയിൽ ഞാൻ ഇരുന്ന് കണ്ടിട്ടുള്ള 2-3 മൂവീസ്. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ലാംഗ്വേജ് കൂടിയാണ് ബംഗാളി. നല്ല പടങ്ങളുണ്ട്, അറിയാം. ഞാനും കേട്ടിട്ടുണ്ട് ബംഗാളിയിലാണ് ഏറ്റവും കൂടുതൽ നല്ല മൂവീസ് ഇറങ്ങുന്നതെന്ന്. ആണോ സർ? അരവിന്ദൻ കേട്ടില്ലേ? അരവിന്ദൻ, മൈ ഗോഡ്. മലയാളത്തിൽ അരവിന്ദ്. ഓക്കെ, ഞാൻ ബംഗാളിയിൽ എനിക്കറിയില്ല സർ. ബംഗാളിയിലായിരുന്നു ഓൾവേസ് സത്യജിത്ര അല്ലെങ്കിൽ ആ ഒരു പഴയ ക്ലാസിക് മൂവീസ്. അരവിന്ദൻ, പിന്നെ ചന്ദ്രൻ, ടി വി ചന്ദ്രൻ, KP കുമാരൻ, എല്ലാം വലിയ വലിയ ഫിലിം മേക്കേഴ്സ്. ഷാജി കരൺ, KR മോഹൻ സാറ്. So you should see some of their films. Sure, sir. സാറുടെ അടുത്ത് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സാറുടെ തോട്ട്സ് കേൾക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരുന്നപ്പോഴും ഒരു ഭയങ്കര മൂമെന്റ് ആണ് സർ. ഇപ്പോ സിനിഫൈലിന്റെ ഇതിപ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സിനിഫൈലിന്റെ അംഗങ്ങൾക്കും ഇത് ഭയങ്കര ഒരു നല്ലൊരു ഇതായിരിക്കും. നമ്മുടെ സിനിഫൈലിലെ അംഗങ്ങളോട് സാർക്ക് എന്താ പറയാനുള്ളത് അവരെ കേൾക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, നല്ല സിനിമയാണ്. നല്ല സിനിമ അറിയോ? നല്ല സിനിമ മനസ്സിലായില്ലേ? I wish them all success. Thank you, sir.